സ്കൂബ ഡൈവേഴ്സ് ഉൾപ്പെടെയുള്ള സംഘം അകത്തുണ്ട്. അവർക്കും അവർ രാവിലെ അകത്ത് കയറിയിരുന്നു. പക്ഷേ അവർക്കും ഇന്ന് ഈ രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണമായും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടില്ല, പങ്കുചേരാൻ സാധിച്ചിട്ടില്ല എന്നാണ് ചിലർ അവിടെ നിന്ന് ചില വീഡിയോ ദൃശ്യങ്ങൾ സഹിതം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത് നമുക്ക് അവിടെ നിന്നും നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞ ആ ദൃശ്യങ്ങൾ ഉള്ളത് നമ്മൾ സ്പോട്ടിൽ തന്നെയാണ് ഉള്ളത്. ഇവിടെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. JCBകളും മറ്റുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നുണ്ട്. മിലിറ്ററി, അതുപോലെ നേവി, NDRF, അങ്ങനെ എല്ലാ ടീമും, പിന്നെ നമ്മൾ കേരളത്തിൽ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരായ XCFന്റെ ആളുകളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും മറ്റുള്ള റെസ്ക്യൂ ടീമിനെയൊക്കെ, കേരളത്തിൽ നിന്നുള്ള റെസ്ക്യൂ ടീമിനെയൊക്കെ പുറത്ത് തടഞ്ഞു വെച്ചതാണെന്നുള്ളത് ഒരു ന്യൂസ് ഉണ്ട്. പിന്നെ അതല്ലാതെ മാധ്യമപ്രവർത്തകരൊന്നും ഇപ്പൊ സ്പോട്ടിലില്ല. ചുവപ്പ് JCB, ആ ഒരു മഞ്ഞ JCB വർക്ക് ചെയ്യുന്ന ആ ഭാഗത്താണ് നമ്മളിപ്പോൾ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചിട്ട് മിലിറ്ററി അടുത്തത് ഡിറ്റക്ട് ചെയ്യാനാണ് പോകുന്നത്. പക്ഷേ അവിടെ മിലിറ്ററിന്റെ ഡിറ്റക്ടർ ആകെ 5 മുതൽ 8 മീറ്റർ വരെ ഡെപ്തിൽ ഇത് കണ്ടെത്താൻ പറ്റുള്ളൂ. പക്ഷേ ഇത്തരം വലിയ വലിയ പാറകളുണ്ടെങ്കിൽ അതും മെഷീൻ ഡിറ്റക്ട് ചെയ്യും. അപ്പം രക്ഷാപ്രവർത്തനം ദുഷ്കരാണ്, ദുർഘടമാണ്. അപ്പോൾ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഈ ഭാഗത്തേക്കാണ്, ഇന്നലെ ഈ ഭാഗത്താണ് കംപ്ലീറ്റ് സ്പോട്ട് കണ്ടിരുന്നത്. ആ സ്പോട്ട് അവിടെ എല്ലാം നല്ല സ്ഥിതിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മൺകൂനുണ്ട്, ഈ മൺകൂന കംപ്ലീറ്റ് എടുത്ത് മാറ്റുക. അത് ഏതാണ്ട് ഒരു 20-25 ഫീറ്റോളം അടിയിലേക്കാണ് ഉള്ളതെന്നാണ് റഡാർ സംവിധാനം ഉപയോഗിച്ച് ഇന്നലെ സ്പോട്ട് ചെയ്തിരിക്കുന്നത്. ആ ഭാഗത്ത് തന്നെ വീണ്ടും ഇന്ന് നേവി സ്പോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും NDRFന്റെയും നേവിന്റെ ഒക്കെ ബറ്റാലിയൻസ് ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. ഊർജിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു നായാണ്. ഈ വീട്ടുകാരെ കാണാത്തതുകൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഈ നായ ഇവിടെ തന്നെ ഉണ്ട്. വളരെ ഒരു വിഷമമുള്ളൊരു കാര്യമാണത്. വീട്ടുകാരെ കാണാത്തതുകൊണ്ട് കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ തന്നെ നിൽക്കുന്നൊരു നായാണത് എന്നാണ് നാട്ടുകാർ പറഞ്ഞത്. എന്തായാലും നമ്മൾ ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ ടീം ഇപ്പോൾ നിലവിൽ പ്രവർത്തനം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ സജ്ജരായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളൂ. എന്തായാലും കൂടുതൽ പ്രവർത്തനങ്ങൾക്കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ രാവിലെ 6 മണിക്ക് തന്നെ ഈ ദുരന്ത ഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ കോടതി ഉത്തരവിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മലയാളികളായിട്ട് വളണ്ടിയേഴ്സിനെ ഈ ദുരന്ത ഭൂമിയിലേക്ക് പ്രവേശനമില്ല എന്നാണ്. ഇന്നലെ തന്നെ ബന്ധപ്പെട്ട പോലീസെല്ലാം തന്നെ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിയെങ്കിലും ബഹുമാനപ്പെട്ട MPയുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഈ ദുരന്ത ഭൂമിയിൽ നമുക്ക് റെസ്ക്യൂ പ്രവർത്തനം സാധിച്ചത്. പക്ഷേ ഇന്ന് ഈ നമ്മളെ ഇവിടുന്ന് നീക്കം ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള, ഞങ്ങൾ മാറിത്തരാം, യാതൊരു തടസ്സവും ഞങ്ങളില്ല. പക്ഷേ ഇവിടെയുള്ള സംവിധാനങ്ങൾ എന്ന രീതിയിൽ രാജ്യത്തിൻ്റെ ഈ മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്തുന്നതിന്, അർജുനയിലെ ഉൾപ്പെടെയുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വലിയ സംവിധാനങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് വലിയ പരിശോധന നടത്തണമെന്നാണ്. അതായത് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരുപാട് മണ്ണിനടി താഴ്ചയുള്ള ആളുകളെയൊക്കെ തന്നെ കണ്ടെത്തണമെങ്കിൽ സ്കാനിങ് ഉൾപ്പെടെയുള്ള സാറ്റലൈറ്റിൻ്റെയും ഭൗമാന്തര ഭാഗത്തുള്ള ആളുകളെയൊക്കെ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വലിയ പരിശോധന ഇവിടെ കൊണ്ടുവന്നുള്ള റഡാർ സംവിധാനമൊക്കെ തന്നെ അത്ര പ്രായോഗികമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകളെ, മണ്ണിനടിയുള്ള ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അത്യാശ്രമ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാണോ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്.